ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കണേ. ഈ കല്ല് 2 മാസം മുമ്പ് ഇവിടെ തൃശ്ശൂർ എക്സിബിഷന് പോയപ്പോൾ മേടിച്ച ദോശക്കല്ലാണ് കേട്ടോ. ഇരുമ്പിൻ്റെ ദോശക്കല്ല. ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ ദോശക്കല്ല് 2 ഉണ്ട്. ഇരുമ്പിൻ്റെ ദോശക്കല്ലിലാണ് ദോശ ഉണ്ടാക്കാൻ നല്ലതെന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഇവിടെ അടുത്ത കടയിലൊക്കെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ എക്സിബിഷന് പോയപ്പോൾ മേടിച്ചതാണ്. 450 രൂപയാണ്ടാണ് ഇതിൻ്റെ വില. ആദ്യം ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ കല്ലോ ഉപയോഗിച്ചായിരുന്നു. പിന്നെ ഓരോരുത്തർ ഇരുമ്പിൻ്റെ കല്ലാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആദ്യം മേടിച്ചതാണ്. പണ്ടൊക്കെ ഇരുമ്പിൻ്റെ കല്ലന്നെയായിരുന്നു. അതിൽ ദോശ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക സ്വാദൊക്കെ ഉണ്ട്. ഇപ്പോൾ ആദ്യം ഉണ്ടാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഉണ്ടാക്കി ഇപ്പോൾ വന്നപ്പോൾ ദോശ ഉണ്ടാക്കാൻ കുഴപ്പമില്ല കേട്ടോ, നല്ല സുഖമായി. വേഗം എടുക്കാനൊക്കെ കിട്ടും ഇപ്പോൾ ദോശ. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്താൽ നല്ലതാണ് ദോശയുടെ മുകളിൽ കൂടെ. നെയ്യ് കഴിഞ്ഞു, അത് കാരണം നെയ്യ് ഒഴിച്ചില്ല. ഇരുമ്പിൻ്റെ കല്ല് നല്ലതാണ്. ഇരുമ്പ് നമ്മുടെ ശരീരത്തിലേക്ക് ഇരുമ്പിൻ്റെ ഇതൊക്കെ കിട്ടാനൊക്കെ ഇരുമ്പിൻ്റെ കല്ലിൽ ദോശ ഉണ്ടാക്കി കഴിക്കണതാണ് നല്ലത്. നോൺ സ്റ്റിക്കിൻ്റെ അടിയിലത്തെ ആ കറുത്ത ക്ലോട്ടിങ്ങൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാക്കാൻ പാടില്ല. ഇവിടെ അങ്ങനെ ഇത്തിരി പോയിട്ടൊക്കെ ഉണ്ടാക്കാറൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ഓരോരുത്തർ ചീത്ത പറഞ്ഞു തുടങ്ങിയപ്പോൾ അത് കുറേശ്ശെ പോയിട്ടുണ്ടായി എന്നുള്ളൂ. എന്നാലും അത് മാറ്റി വെച്ചു. ഇനി ഇരുമ്പിൻ്റെ കല്ലിൽ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട്. അടിയിൽ കുറേശ്ശെ എണ്ണ പുരട്ടി കൊടുക്കണം. അപ്പം നല്ല സുഖമാണ് ഉണ്ടാക്കാൻ. വലുതാക്കി ഉണ്ടാക്കാൻ പറ്റൂട്ടാ. ഞാൻ ചെറുതാക്കി ഉണ്ടാക്കുക. അങ്ങോട്ട് വക്കത്തൊക്കെ നീക്കി പരത്തി കഴിഞ്ഞാൽ എടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറിയ ദോശയായിട്ട് ഉണ്ടാക്കണേ. അടിയിൽ എണ്ണ പരത്തി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാൻ കിട്ടും. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ, പിന്നെ കൊള്ളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചട്നി ഉണ്ട്, സാമ്പാറുണ്ടായിരുന്നു. സാമ്പാർ ഉച്ചക്കിലേക്ക് ചോറിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. എന്നാലും രാവിലെ നേരത്തെ ഉണ്ടാക്കിയപ്പോൾ ദോശയ്ക്കും കൂടി എടുക്കാൻ പറ്റി. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടെ പറയണോളൂ കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം.